ഇത് കണ്ണങ്കായാണ്, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കണ്ണങ്കായാണ്. അത് തൃശ്ശൂരൊക്കെ ഇതിനെ കുന്നങ്കായ എന്ന് പറയും. ഇത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അത് തോല് കളഞ്ഞ് അരിഞ്ഞുണക്കി നമ്മൾ കുറുക്കുണ്ടാക്കി പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ കണ്ണങ്കായ എന്ന് പറയും. പിന്നെ ഇതിന് നിറയെ കന്നാണ്. അപ്പോൾ കന്ന് ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കുന്നത് കൊണ്ടും കൂടിയായിരിക്കും കണ്ണങ്കായ എന്ന് പറയുന്നുണ്ടാവാന്ന് ഞാൻ ഊഹാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊച്ചു പിള്ളേർക്ക് നമ്മൾ ആദ്യത്തെ ആഹാരം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണങ്കായയാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ റാഗിപ്പൊടിയും കുറുക്കുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കണ്ണങ്കായ കുറുക്കുണ്ടാക്കും, പടറ്റിക്കായയുടെ കുറുക്കുണ്ടാക്കും, മണ്ണൻ്റെ കുറുക്കുണ്ടാക്കും. വടക്കോട്ടൊക്കെ മണ്ണന്, തെക്കോട്ടൊക്കെ പടറ്റി. ഞാൻ ചെറുപ്പത്തിൽ ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഏത്തക്ക കുറുക്കുണ്ടാക്കും. പക്ഷെ എല്ലാത്തിനും മേലെ കണ്ണങ്കായയാണ്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ശാസ്ത്രീയതയാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലുള്ള വൻകുടലിലുള്ള ഗട്ട് ബാക്ടീരിയക്കുള്ള ആഹാരമായിട്ടാണ് ഇതിലെ ഒരുപാട് നാരുകൾ, ഇൻസൊല്യൂബിൾ നാരുകൾ, അതായത് ദഹിക്കാത്ത നാരുകളുണ്ട്. ആ നാരുകൾ ആ ബാക്ടീരിയ വളർത്തുന്നുണ്ടോ, ആ ബാക്ടീരിയ കുട്ടികളുടെ വൻകുടലിൽ അധിവസിക്കുന്നുണ്ട്. ആ ബാക്ടീരിയ വളർത്തിയെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇത് നമ്മളോട് കുട്ടികൾക്ക് കൊടുക്കേണ്ട, കുറുക്കിന് എടുക്കേണ്ട ഒരു കായയാണെന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ റിഡ്ജുകൾ ഉണ്ടാവും. ഇത് കണ്ടാലറിയാം. പിന്നെ വലിയ കണ്ണൻകൊലയൊക്കെ ഉണ്ടാവാറുണ്ട്, 7 പടല 8 പടലയൊക്കെ. അതേപോലെ തന്നെ കുഞ്ഞതും. കാരണം വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു തദ്ദേശീയമായിട്ടുള്ള ഇനമാണ് കണ്ണങ്കായ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു നല്ലൊരു വാഴേനാണ്. എല്ലാവരും വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കുള്ള പോഷകാഹാരവും അതേപോലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്, ഇൻസൊല്യൂബിൾ ഫൈബർ ഒക്കെയുള്ള നല്ലൊരു ഒരു ബേബി ഫുഡ്, കുട്ടികൾക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കുള്ള ആഹാരം നിരവധിയാണ്. നമ്മൾ ഈ സെറിലാക്കും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കുള്ള ആഹാരങ്ങൾ പഞ്ഞിപ്പുല്ല് മുളപ്പിച്ച് കുറിക്കുന്നത്, റാഗി മുളപ്പിച്ച് കുറുക്കുന്നത്, അതേപോലെ കണ്ണങ്കായപ്പൊടി, അതേപോലെ തന്നെ കൂവ. നമ്മുടെ കാട്ടുകൂവയുണ്ട്, നാട്ടുകൂവയുണ്ട്. കാട്ടുകൂവ നമ്മുടെ നീലക്കൂവ, നാട്ടുകൂവ എന്ന് പറയുന്നത് നമ്മുടെ ബിലാത്തിക്കൂവ. രണ്ടുമുണ്ട്, രണ്ട് ഫാമിലിയാണ്. അപ്പോൾ കണ്ണങ്കായ ഇന്ന് ഞങ്ങൾ ഇത് അരിഞ്ഞുണക്കി പൊടിച്ചു വെക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ഈ വിശേഷം ഒന്ന് പങ്കുവെച്ചതാണ്. സ്നേഹം, സന്തോഷം, നന്മകൾ.